നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിന് വേണ്ടി ക്രെഡ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്രെഡിൽ നമുക്ക് PVRൻ്റെ സിനിപോളിസിൻ്റെ ഇതുപോലത്തെ വൗച്ചേഴ്സൊക്കെ വരും. വൗച്ചേഴ്സൊക്കെ വരുമ്പോൾ നമ്മളത് കൈയോടെ അങ്ങ് എടുത്ത് വെച്ചേക്കണം. കാരണം ഉപകാരപ്പെടും. സിനിപോളിസിൻ്റെ വൗച്ചർ നമുക്ക് ബാക്കിയുള്ള സ്ക്രീനുകളിലൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. പക്ഷേ അവിടെയാണ് ഐമാക്സ് ഉള്ളത്. അത് ഐമാക്സ് വിത്ത് ലേസർ അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിനിപോളിസ് ഐമാക്സിൽ കാന്താര ഞാൻ കണ്ടത് 154 രൂപയ്ക്കായിരുന്നു. കാലത്ത് 8 മണിയുടെ ഷോ ആയിരുന്നു. ആക്ച്വലി ഈ പടം കാണാൻ കയറുന്നത് വരെ എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതൊരു ഐമാക്സ് ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു പടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭീകര സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറയാം അതെന്താ സംഭവം. പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ അറിയാമല്ലോ ഈ കാന്താര എന്ന് പറയുന്ന പടം മറ്റേ കാട്ടിലുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പം നമ്മൾ നോർമലി ഉള്ള ഒരു അതിനേക്കാളൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഇമേജസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഓക്കെ, അപ്പോഴും ഫുൾ സ്ക്രീൻ എന്നുള്ളൊരു സംഭവം അതുവരെ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഇൻ്റർവെല്ലിന് മുമ്പ് ഉള്ളൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, കാട്ടിൽ നടക്കുന്ന ആക്ഷൻ സീക്വൻസ് വന്നപ്പോൾ പെട്ടെന്ന് ഈ സംഭവം അങ്ങ് ഫുൾ സ്ക്രീനായപ്പോൾ അയ്യോ, ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ഇമേജാണ്. അതായത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ക്യാമറാമാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐമാക്സ് വേർഷന് വേണ്ടിയിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണെന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സ്ട്രാ അത് മുകളിലും താഴിലുമായിട്ട് നമുക്കൊരു 30% 30% നമുക്ക് എക്സ്ട്രാ ഫൂട്ടേജ് കിട്ടുകയാണ്. അത് ബാക്കിയുള്ള തിയേറ്ററുകളിൽ അതില്ല. അപ്പോൾ നിങ്ങൾ 4DX വേർഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ PXL അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ 4K ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിലോ എവിടെ ആയിക്കോട്ടെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിന് ഈ ഐമാക്സ് മാത്രമാണ് എക്സ്ക്ലൂസീവായിട്ട് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഉള്ള ഇമേജസ് ഉള്ളൂ. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന സീക്വൻസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ കാട്ടിൽ നടക്കുന്ന ഇൻ്റർവെല്ലിനോടുള്ള ഒരു ഫൈറ്റ്, ആ ഫൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് അല്ല, ഇൻ്റർവെല്ല് വരെ ഈ ഫുൾ സ്ക്രീനിൽ തന്നെയാണ് ഈ സംഭവം പോകുന്നത്. അത് ഭയങ്കര കാഴ്ചയാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഞാനത് റിലീസായപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ഇട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടത് തമിഴ് വേർഷനായിരുന്നു. അപ്പോൾ എനിക്ക് തമിഴ് കാണണം, അതിൻ്റെ ഒറിജിനൽ വേർഷനായിട്ടുള്ള കന്നഡ കാണണം, പിന്നെ മലയാളം വേർഷൻ കാണണം. അപ്പോൾ അങ്ങനെ 3 വേർഷൻ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കന്നഡ കാണാൻ വേണ്ടി ഐമാക്സ് സെലക്ട് ചെയ്തത്. ഐമാക്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ 156 രൂപ എന്ന് പറയുമ്പോൾ വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പടം ഐമാക്സിൽ. പക്ഷെ അത് ഭയങ്കര സർപ്രൈസായി പോയി. കാരണം ഞാൻ കണ്ടപ്പോൾ ഞാൻ വേറെ എവിടെയും ആരും പറയുന്നൊന്നും കണ്ടില്ല ഈ പടത്തിന് ഫുൾ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ആവുന്നൊന്നും പറഞ്ഞു കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാതെ ഈ കയറിയപ്പോൾ അത് ഭയങ്കര സർപ്രൈസ്ഡായി പോയി. കാരണം ഇൻ്റർവെല്ലിന് തൊട്ടുമ്പോൾ ആ ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഗുൽഷൻ ദേവയ്യയുടെ ആ പോർഷൻ വരുന്നില്ലേ, ആ പോർഷൻ വരുന്നതും ഫുൾ സ്ക്രീൻ ആവുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഫൈറ്റ് ഫുൾ സ്ക്രീൻ ആവുന്നില്ല. അതിനകത്ത് ക്ലൈമാക്സിൽ ആ മെയിൻ വില്ലനൊക്കെ ആയിട്ടുള്ള ആ ഫൈറ്റ് ഫുൾ സ്ക്രീൻ ആവുന്നില്ല. പക്ഷേ അതിനകത്ത് ബ്രഹ്മരക്ഷസിനെ കാണാൻ പോകുന്ന ആ ഗുഹയിൽ വീഴുന്ന സീക്വൻസ് ഇല്ലേ, അത് ഫുൾ സ്ക്രീൻ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാഹരൂപം ഫുൾ സ്ക്രീനിൽ അങ്ങ് പ്ലേ ആവും. എൻ്റെ പൊന്നോ, അത് ഐമാക്സിൻ്റെ ആ സൗണ്ട്, ആ ഫുൾ സ്ക്രീൻ വരാഹരൂപമൊക്കെ വന്നത്, അതുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കന്നഡ വേർഷന് മാത്രമാണ് ഈ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ വരുന്നുള്ളൂ. നമുക്ക് അവിടെ എനിക്ക് തോന്നുന്നു മലയാളം വേർഷനും ഓൾറെഡി ഇവിടെ പ്ലേ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനതില്ല. അപ്പോൾ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മലയാളം ഡബ് വേർഷനാണ് കാണാൻ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ ആ മുടക്കുന്നതിനുള്ളതില്ല. നിങ്ങൾ കന്നഡ ഒറിജിനൽ വേർഷൻ തന്നെ കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളം വേർഷൻ ഞാൻ കണ്ടിരുന്നു പടം. മലയാളം വേർഷനിൽ എനിക്ക് ഡബ്ബിങ്ങിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ തോന്നി. പക്ഷേ ഒറിജിനൽ വേർഷനോ വെല്ലാനൊന്നുമില്ല. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ഈസ് ഓൾവേസ് ഒറിജിനൽ. അത് കഴിഞ്ഞാൽ വരാഹരൂപത്തിൻ്റെ അത് ഫുൾ സ്ക്രീനിൽ വന്നപ്പോൾ നൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഫിലിം ഇതുപോലെ എക്സ്പാൻഡഡ് ഫൂട്ടേജിൽ ഞാൻ കാണുന്ന കേട്ടോ. ഇതിനു മുമ്പ് റിലീസായിട്ടുണ്ടാവും, ഇപ്പോൾ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ റിലീസായ, പുഷ്പ റിലീസായിട്ടുണ്ടായിരുന്നു, ഗെയിം ചേഞ്ചർ റിലീസായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മുകളിലും താഴെയൊക്കെ ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ, സെലക്റ്റഡ് സീൻസ്, നമുക്കറിയാമല്ലോ ഈ ഐമാക്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സിനിമകളടക്കം ചിലതെല്ലാം സെലക്റ്റഡ് സീൻസാണ് ഇങ്ങനെ ഫുൾ സ്ക്രീനിലേക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഞാൻ ശ്രീലങ്കയിലെ ഐമാക്സിലായിരുന്നു കണ്ടത്. കാരണം ഇവിടെ ഇന്ത്യയിൽ റിലീസായിട്ടുണ്ടായിരുന്നില്ല, ഐമാക്സ് റിലീസായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം ഇപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണെങ്കിലും പിന്നെ വേറെയും കുറച്ച് പടങ്ങളുണ്ട്. അതിനകത്തൊക്കെ സെലക്റ്റഡ് ഇമേജ്, ബ്രേവ് ന്യൂ വേൾഡ് മാർവലിൻ്റെ അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെലക്റ്റഡ് ഇമേജസ് ആണ് ഫുൾ സ്ക്രീൻ, അതായത് ഫുൾ ആസ്പെക്ട് റേഷ്യോയിൽ വരുന്നത്. പക്ഷേ ഒരു ഇന്ത്യൻ പടത്തിന് ഇങ്ങനെ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ഇതൊന്നും റിലീസിന് മുമ്പ് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഋഷഭ് ഷെട്ടി ഒരു ലെജൻഡാണ്. ലെജൻഡ് തന്നെ, കാന്താര ദ ലെജൻഡ് അല്ല,
ഋഷഭ് ഷെട്ടി ഈസ് ഓൾസോ എ ലെജൻഡ്. കാരണം പുള്ളിയുടെ ഫിലിം മേക്കിംഗ് ഈ ഒരു ബഡ്ജറ്റിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക്, ആ കാടുകളിലുള്ള ഫൈറ്റ്, ശരിക്കും കാട്ടിലെ ഫൈറ്റിൻ്റെയൊക്കെ റിയൽ ആയിട്ടുള്ള ആ റോനെസ്, അതിൻ്റെ ഒരു അതിൻ്റെ അവരെടുത്തിരിക്കുന്ന എഫേർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഐമാക്സ് സ്ക്രീനിൽ നമുക്ക് എക്സ്ട്രാ ഫുട്ടേജും കൂടി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടോ, നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിൽ ഒരുപാട് റിസ്കി ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് 2-3 പേര് മരണപ്പെട്ടതും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സിനിമകളുണ്ടാവും അത് വിഷ്വലി ഭയങ്കര അവരുദ്ദേശിച്ചിരിക്കുന്ന ഐമാക്സ് വേർഷൻ ഈ ഒരു സംഭവങ്ങളുണ്ടാവും, നമുക്കത് ഒരിക്കലും നോർമൽ സ്ക്രീനിൽ കിട്ടില്ല. അത് 4K അറ്റ്മോസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയില്ലേ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടീം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഐമാക്സ് വേർഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയിട്ടുണ്ടെന്നാണ്. കാരണം ഇത് ഹിന്ദി വേർഷനും പിന്നെ ഈ ഒറിജിനൽ കന്നഡ വേർഷനും ഈ 2 ലാംഗ്വേജിനും എക്സ്പാൻഡ് ആസ്പെക്ട് റേഷ്യോകൾ വരുന്നുണ്ട്. തമിഴിന് എനിക്കുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ബാംഗ്ലൂർ മുഴുവൻ അവിടെയൊക്കെ പ്ലേ ആവുന്നത് ഐമാക്സ് വേർഷനെല്ലാം ഈ എക്സ്പാൻഡ് ആസ്പെക്ട് റേഷ്യോ വരുന്നതാണ്. സോ ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് ഇറ്റ് എ ട്രൈ. ആക്ച്വലി ഇതൊരു ഭയങ്കര ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, ഉറപ്പ്.